ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞങ്ങൾക്ക് ഇന്നത്തെ പരിപാടി പോലെ തന്നെ ഇന്ന് രാത്രി ഞാനും ഉമ്മ ഇതാക്കുന്ന ചോറും ഒക്കെ കൂട്ടാനൊക്കെ താത്താര് വെച്ചു. അപ്പൊ മീൻ പൊരിച്ചലാണ്. മീൻ പൊരി അറിയുമ്പോൾ ഞങ്ങള് ഈ മീനിൽ ഞങ്ങള് മുളക് ഇടും. അതാകുമ്പം രണ്ടും നടക്കും. മീനും നടക്കും, മുളകും നടക്കും. ഇതിപ്പോ കണ്ടോ, മുളക് പൊരിച്ച അങ്ങനെ ഓരോരോ പരിപാടികളാണ് ഉള്ളത്. ഇപ്പൊ അനുണ്ട്, ഇമ്മ ഉണ്ട്, എല്ലാരും ഉണ്ട്. മറിച്ചില്ലേ കണ്ടോ. ഉമ്മാക്കൊക്കെ ഞാൻ പഠിപ്പിച്ചു കൊടുക്കണം. ഉമ്മാക്കൊക്കെ അക്കത്തിന് നമ്മളെ കൈ വേണം. മീൻ ടേസ്റ്റ് നോക്കാം. ഇവനെ കൊണ്ട് ഇതിനെ പറ്റുള്ളൂ. ഇവ ഒരു പണി എടുക്കൂല. എന്നിട്ട് ഉപ്പ് മുളക് നോക്കാം. ഇവനും പേരും കുഞ്ഞാണിയും പേരും. അപ്പൊ അല്ല ഈ മുളക് ഒക്കെ ഒരു പണിയാണ്. ഈ മുളക് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കിയതാണ് കഴിച്ചു. ഞങ്ങള് നല്ല തൈരില് 15 ദിവസം ഇട്ട് വാറ്റി ഉണക്കി ഞങ്ങളെ മുളകാണിത്. അപ്പൊ ആക്കണ് ഇമ്മമ്മ ഇതാക്കണ്. ഇവിടെ ഇമ്മമ്മ നമ്മളെ എല്ലാ വ്ളോഗിലും ഇടക്കിടക്ക് വരലുള്ളൂ. ഇമ്മമ്മ ഇവിടെ ഇരുന്നൊക്കെ നിരീക്ഷിച്ചാണ്. അനുവിനും ഇമ്മാനെയൊക്കെ ഇങ്ങനെ നിരീക്ഷിച്ചാണ് എന്താ അവര് കാട്ടണെന്ന് അറിയാന്. പിന്നെ ഞങ്ങള് സ്വന്തമായിട്ട് വാറ്റി ഉണ്ടാക്കിയ മുളകാണിത്. അത് വാട്ടുക അല്ല, മുളകല്ല കായ്സ്, മുന്തിരി. ഇത് ഉറുമ്പാണ് മതില് നിറച്ചും പൊട്ടച്ചോനെ ഇമ്മേ. ഇത് കണ്ടോ, ഇതൊക്കെ ഞങ്ങള് ഉണ്ടാക്കിയതാണ്. ഞങ്ങൾ ആവിയിലിട്ട് പൊരിച്ചതാണ്. പുഴുങ്ങിയത് പുഴുങ്ങിയിട്ട് ഉണക്കി മുളക്. ഇവൻ അനുവിന് കുറെ ഫാൻസ് ഒക്കെ ഉണ്ട് യൂട്യൂബില് ഗൈസ്. എല്ലാരും അനുവിന് ഹായ് അയക്കുക. അപ്പൊ ഗൈസ്, നമ്മളെ യൂട്യൂബിൽ അനുവിന് കുറെ ഫാൻസ് ഉണ്ട്. യൂട്യൂബിൽ ഇൻസ്റ്റയിലും എപ്പോൾ റീലിട്ടാലും എല്ലാവരും ചോദിച്ചും ഇതെന്റെ കാക്കയാണോ, കാക്ക മാരീഡ് ആണോ? ഫാൻസിന്റെ ഇപ്പൊ പറയുന്നല്ലാതെ ഫാൻസിനെ കാണിച്ചു തരുന്നില്ല. അത് കാട്ടിട്ടില്ല. കാരണം എന്താ അറിയോ, ഞാൻ ഓന്റെ ഒരു അടവാണിത്. ഇന്ന വീഡിയോയിൽ ഇങ്ങനെ എടുക്കാൻ വേണ്ടി. ഇത് ഷാറൂഖ് ഖാൻ ആണല്ലോ വീഡിയോ. ആരെങ്കിലും വേണ്ട, കണ്ടന്റിന് ആരെങ്കിലും വേണ്ട അറിയാം. ഞാൻ ഫാൻസ് ഉണ്ടെങ്കിൽ അൻഷിതാനുവിന്റെ ഐഡിയക്ക് മെസ്സേജ്. അത് പെണ്ണുങ്ങളെ അയക്കാരം. വെറുതെ പണി വാങ്ങാൻ നിൽക്കരുത്. മദ്യം പറയേണ്ടി വരും. ഞാൻ എന്താ അറിയാം, ഞാൻ ബനൊന്നും വല്ലാതെ കൂട്ടാത്ത എന്താ അറിയോ, കാരണം ബനൊക്കെ ഞാൻ കുടുംബമാക്കി കൊടുത്തിട്ടുണ്ട്. ബനൊക്കെ പെണ്ണിട്ടിച്ച് കൂട്ട ആളാണ്. അപ്പൊ ഓനൊക്കെ ഇനിയിപ്പോ നമ്മളെ ഇതിക്ക് വന്ന് ആൾക്കാരായിട്ട് ഇങ്ങനെ ഇതാക്കാനൊക്കെ എന്താ പിന്നെ ചെയ്യാ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, നമ്മളെ ആൾക്ക് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ചോറ് കഴിച്ചാ മാണ്ടിയാണ്ട് പോകുമ്പോ നിൽക്കണ് പൂച്ച എത്തി. ഇപ്പം പൂച്ചക്കൂട്ടിയാണ്. അതെ മീൻ എപ്പോ പൊരിച്ചു അപ്പൊ റിജു എത്തും. അല്ല റിജുവാ? ആ ഗൈസാറേ, മീൻ പൊരിച്ചു അപ്പൊ പോകുമ്പോ പറ്റും. അതെ, ഒരു നോമ്പ് മൊത്തം നോറ്റിക്കണെന്ന്. ഇന്ന് നോറ്റ്, ഇന്നാളും നോറ്റ്. നോമ്പാള് കൊറേ നോറ്റോന്. ആണോ, മീൻ പൊരിച്ച അതിന്റെ അടുത്തേക്ക് വരുമോ? ആണ്ടോ. പിന്നെ എങ്ങനെ ഇവനൊക്കെ കൊണ്ട് മീൻ പൊരിച്ച അടങ്ങാറാ. ഇവനക്കൊക്കെ തിന്നാൻ തന്നെ വേണം 2 കിലോ മീൻ. പിന്നല്ലേ പെലച്ചേക്ക് വേറെ. ആകെ 100 റുപ്യന്റെ മീനാണ് ഡാഡി വാങ്ങിയത്. അതിലിപ്പോ 3/4 മീനും ഇവനക്ക് തന്നെ വേണം. അതെ ഗൈസ്, പിന്നെ ഇതാക്കണ ഇവന് ഈ പോക്രാച്ചിയും. ഇവന്റെ 2 ഏട്ടന്മാരും അനിയന്മാരും ഉണ്ട്. ഇവര് 2 ആളും ഇങ്ങനത്തെ ടീമാളാണ്. കേട്ടാ, ഇവര് കുറച്ച് അതിഥികളാണ് നമ്മളെ പേര്. എന്നും ഉണ്ടാവും ഇവിടെ. താത്തയൊക്കെ ഇവിടെ ഉണ്ട്. താത്തയൊക്കെ അവിടെ ഉണ്ട്. എന്നും കാണാൻ നമ്മളെ പേരില് പേര്. അതിഥി ഇമ്മ ഗുളിക കുടിച്ചോ? എന്തിന്റെ ഗുളികയാണ് ഇമ്മ? ഇമ്മാന്റെ തൊണ്ടവേനന്റെ ഗുളികയാണ് കേസ്. ലച്ചുവാ,
ഇന്ന് നമ്മള് എവിടൊക്കെ പോയിനെ? എന്തിന്? മാമനെ കാണാൻ പോയതാണല്ലേ? അതെ, നോമ്പ് തുറക്കാൻ പോയതാണ്. നോമ്പ് തുറക്കാൻ പോയതാണ്. മാമിക്ക് കൊറേ കുട്ടികളുണ്ട്. മാമിക്ക് അവിടെ കൊറേ കുട്ടികളുണ്ട്. ഇന്നാണ് എൻ്റെ കൂടെ ഞങ്ങൾക്കുള്ള സൽക്കാരാണ് ഈ നോമ്പ് തക്കാരം. നമ്മളവിടുത്തെ നിങ്ങൾ കണ്ട കാണും വീഡിയോയില്. അപ്പോൾ ഞങ്ങൾ ഇന്നാളേൻ്റെ പേരിലാണ് ഇന്നത്തെ ഞങ്ങളെ പരിപാടി. അപ്പോൾ ഞാൻ ഞാൻ തൽക്കാലം ഞാൻ വർക്കിന് കയറിയിരിക്കണേ. അപ്പോൾ ആ വർക്കിൻ്റെ ഇടയിലാണ് ഞാൻ വന്നത്. അതാണ് ഇപ്പോൾ വ്ളോഗും കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? അതെ, ടൈമില്ല. നോമ്പ് എങ്ങനെ ഉണ്ടായിന്? നോമ്പ് സാറാണ് ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ലച്ചു അങ്ങനെ ആട്ടി കൊടുത്താ ബാക്കി നാളെ അറിയും. നീച്ച് ബാക്കി നാളെ അറിയും. ബാക്കി നാളെ ലച്ചു ചോറ് കഴിച്ചാണ്. അതാണ് കാരണം ലച്ചുവിന് നോമ്പുണ്ടായിന്. ലച്ചുവിന് നോമ്പുണ്ടായിന്, റിജുവിന് നോമ്പുണ്ടായിന്. അപ്പോൾ ബാക്കി നാളെ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.